ഒരു പർവ്വതഗ്രാമത്തിൽ ലില്ലിയും ജാക്കും എന്ന രണ്ട് സാഹസിക സുഹൃത്തുക്കൾ ജീവിച്ചിരുന്നു. അവർക്കൊരു കളരിയായ നായയായിരുന്നു മാക്സ്. അവർ പോകുന്നിടത്ത് എല്ലായിടത്തും അവൻ കൂടെയുണ്ടായിരുന്നു. ഒരു ചൂടേറിയ രാവിലെയാണ് അവർ തങ്ങളുടെ പക്കൽ മുത്തശ്ശിയുടെ പഴയ അട്ടിക്കൽ തിരയാൻ പോയത്. അപ്പോൾ ജാക്ക് ഒരു പഴയ പൊടിയൻ പുസ്തകം കണ്ടെത്തി. അത് തുറന്നപ്പോൾ ഒരു പഴയ മാപ്പ് പൊഴിഞ്ഞു വീണു. ലില്ലി നോ, ഒരു മാപ്പ് എന്ന് ജാക്ക് സന്തോഷത്തോടെ പറഞ്ഞു. ലില്ലിയുടെ കണ്ണുകൾ തിളങ്ങി. ഇത് പിന്തുടർന്ന് എവിടേക്കാണ് പോകുന്നതെന്ന് നോക്കാം എന്ന് അവൾ പറഞ്ഞു. മാക്സ് സന്തോഷത്തോടെ കുരച്ചു സാഹസത്തിനായി തയ്യാറായി. ഇതിനോടെ മൂവരും തങ്ങളുടെ മാപ്പ് പിന്തുടർന്ന് യാത്ര തിരിച്ചു. തങ്ങളുടെ യാത്ര അവരെ ഒരു മാന്ത്രിക വനത്തിലേക്ക് എത്തിച്ചു. അവിടെ മരങ്ങൾ രഹസ്യങ്ങൾ പറഞ്ഞ് കാറ്റിനൊപ്പം ഒളിപ്പിച്ചു. അതിനാൽ പ്രകാശിക്കുന്ന പുള്ളിപ്പുള്ളി കല്ലുകൾ അവരെ വഴികാട്ടി. വനത്തിന്റെ നടുവിൽ അവർ നട്ടി എന്ന ആണാൻ കണ്ടു. നട്ടി അവരോട് ഒരു മാന്ത്രിക ദ്വീപിനെക്കുറിച്ച് പറഞ്ഞു. കുതിപ്പിനുമേൽ പാറിയ വെള്ളച്ചാട്ടത്തിനപ്പുറം ഒരു രഹസ്യ കവാടം കണ്ടെത്താനായെന്ന് പറഞ്ഞു. വനത്തിന്റെ പാതയിൽ അവർ മാപ്പിനെ പിന്തുടർന്നുകൊണ്ട് മുന്നോട്ടു പോകുമ്പോൾ മൂടൽമഞ്ഞും കാറ്റും കാരണം മാപ്പ് പെട്ടെന്ന് വേർപെടുന്നു. അതിനോടൊപ്പം ഒരു വട്ടാകുന്ന വടിയിലൂടെ ഒരു വലിയ ചാരനിറത്തിലുള്ള പക്ഷി പറന്നുവരുന്നു. അതിന്റെ പറ്റിയ മുക്കിൽ നിന്ന് മാപ്പ് പിടിച്ചു പറന്നുപോവുകയാണ്. മാപ്പ് പോയതോടെ ലില്ലിയും ജാക്കും ആശങ്കപ്പെടുന്നു. ഇത് തിരിച്ചു കിട്ടാതെ പോയാൽ എങ്ങോട്ടാണെന്ന് അറിയാനാവില്ല, ജാക്ക് വേദനയോടെ പറയുന്നു. ലില്ലി ഉടനെ ആലോചിച്ചുകൊണ്ട് പക്ഷിയെ പിന്തുടരാൻ തീരുമാനിക്കുന്നു. ഞങ്ങൾ പേടിക്കേൻ, പക്ഷിയെ പിന്തുടരുക, അതാണ് എളുപ്പമായ മാർഗം, അവൾ ഉറച്ചുനിൽക്കുന്നു. മാക്സും കുരച്ചു കൂട്ടായി ഓടിക്കേറിയതുപോലെ. പക്ഷിയെ പിന്തുടരുന്ന വഴിയിൽ അവർക്ക് വലിയ കുരുമുളകു ചെടികളും തുളച്ചുകയറാനാകാത്ത പാറകളുമാണ് നേരിടേണ്ടിവരുന്നത്. പക്ഷേ മാക്സിന്റെ മിടുക്കത്താൽ അവിടെ അവർക്ക് ചെറിയൊരു മാന്ത്രിക കല്ല് കിട്ടുന്നു. അതിൽ ഒരു രഹസ്യമന്ത്രം ആലേഖനം ചെയ്തിരിക്കുന്നു. ഇത് എന്താണ്? ലില്ലി അതിശയിച്ച് ചോദിക്കുന്നു. ഗല്ല് മന്ദമന്ദമായി നിർദ്ദേശങ്ങൾ ചൊല്ലുന്നതുപോലെ തോന്നി. അവരെ ഒരു രഹസ്യമായതായ മൂടിയതായ സ്ഥലത്തേക്ക് വഴികാട്ടി. അവർക്ക് മനസ്സിലായി ഇത് അടുത്ത കുഴപ്പത്തിന്റെ ഉത്തരത്തിനുള്ള കീ ആയിരുന്നു. ഗല്ലിൽ കൊത്തിയിരുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിലാക്കുമ്പോൾ ഒരു പാത തുറന്നു, അവരെ പക്ഷിയിലേക്ക് നയിക്കുന്നതിന് സഹായിച്ചു. അവസാനമായി അവർ മാപ്പ് പിടിച്ചുനിന്ന ഒരു മരത്തിൽ വിരുന്നിരുന്ന പക്ഷിയെ കണ്ടു. അവരുടെ ധൈര്യവും ശ്രമവും അംഗീകരിക്കുന്നതുപോലെ പക്ഷി മാപ്പ് നിലത്ത് താഴെയിട്ടു ശാന്തമായി പറന്നുപോയി. ഈ ചെറിയ സാഹസികത ലില്ലിക്കും ജാക്കിനും മാക്സിനും അനാവീക്ഷിതമായ വെല്ലുവിളികളെ നേരിടുമ്പോൾ ധൈര്യവും ചടുലതയും നിലനിർത്തുന്നതിന് പഠിപ്പിച്ചു. ആശ്വാസത്തോടെ ചിരിക്കുകയായിരുന്ന അവർക്ക് മാപ്പ് എടുത്തു. പുതുതായി ആവേശത്തോടെ തങ്ങളുടെ യാത്ര തുടരുകയും ചെയ്തു. വെള്ളച്ചാട്ടത്തിന്റെ അടിയിൽ അവർ ചിഹ്നങ്ങൾ കൊത്തിയ ഒരു കല്ലുകവാടം കണ്ടു. ജാക്കും ലില്ലിയും ആ ചിഹ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിനിടയിൽ മാക്സ് നിലത്ത് കിടന്ന ഒരു തിളങ്ങുന്ന ചെറുകല്ലിനോട് കളിക്കുകയായിരുന്നു. ആ കല്ല് ഒരു താക്കോൽ ആണെന്ന് കണ്ടു. അത് കവാടത്തിൽ അടുക്കളെ ചേരുകയായിരുന്നു. ഒരു വലിയ ശബ്ദത്തോടുകൂടി കവാടം തുറന്നു. വെള്ളച്ചാട്ടത്തിന്റെ പിന്നിലെ മറഞ്ഞൊരു വഴിയിലേക്ക് അവരെ എത്തിച്ചു. വെള്ളച്ചാട്ടത്തിലൂടെ കടന്നപ്പോൾ അവർ ഒരു മനോഹര ദ്വീപിലെത്തി. ഈ ദ്വീപ് അതിശയകരമായതായിരുന്നു. പല നിറത്തിലുള്ള മരങ്ങൾ, സൗഹൃദമായ യൂണിക്കോണുമാർ, രാവിലെ തന്നെ സൂര്യന്റെ കരകയറൽ പോലെ നക്ഷത്രങ്ങളോട് നിറഞ്ഞ ആകാശം. മാപ്പിലെ സൂചനകൾ പിന്തുടർന്ന് അവർ സ്പാർക്കി എന്ന ഒരു സൗമ്യനായ ഡ്രാഗൺ കാത്തിരിക്കുന്ന ഒരു ഗുഹയിലേക്കെത്തി. സ്പാർക്കി അവർക്ക് ശുദ്ധമനസ്സുള്ളവർ മാത്രമേ ഗുഹയ്ക്കുള്ളിൽ പോകാനാകൂ എന്ന് പറഞ്ഞു. ലില്ലിയും ജാക്കും മാക്സും ധൈര്യപൂർണമായ മനസ്സോടെ കയറി. അവിടെ അവർ പ്രതിഭാസമുണ്ടാക്കിയൊരു ധനാധിപത്യ ഭണ്ഡാരം കണ്ടെത്തി. എന്നാൽ ഏറ്റവും വലിയ തനിമാമാനമായി അവിടെ ഒരു മാന്ത്രിക പുസ്തകം കണ്ടു. അതു ആഗ്രഹങ്ങൾ നൽകുന്നതായിരുന്നു. അവർ വീണ്ടും വീട്ടിലേക്ക് മടങ്ങി. മുത്തശ്ശിയുടെ അട്ടിക്കൽ ഇവർ തന്റെ മനോഹരകഥകൾ പറഞ്ഞപ്പോൾ ഓരോരുത്തരും ആഗ്രഹങ്ങൾ പറഞ്ഞു. ലില്ലി സന്തോഷത്തിനും സാഹസങ്ങൾക്കും വേണ്ടി ആഗ്രഹിച്ചു. ജാക്ക് ജ്ഞാനത്തിനായി ആഗ്രഹിച്ചു. മാക്സ് കൂടുതൽ ഗുണമുള്ള വിഭവങ്ങൾക്കായാണ് ആഗ്രഹിച്ചത്. മനോഹരമായ തിമിർത്തു കുരച്ചാണ് മാക്സ് സന്തോഷം പ്രകടിപ്പിച്ചത്. ഈ മാന്ത്രിക പുസ്തകം അവർക്ക് പുതിയ ലോകങ്ങൾ അന്വേഷിക്കാൻ കഴിയുമെന്നു തോന്നിച്ചു. ഇനി മാന്ത്രിക പുസ്തകവുമായി ലില്ലിയും ജാക്കും മാക്സും എല്ലാ ദിവസവും പുതിയ വഴികളിൽ പായുകയും പുതിയ അനുഭവങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. ഓരോ യാത്രയും പുതിയ കഥകളുടെ തുടക്കം മാത്രമായിരുന്നു.